നമ്മുടെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നതിനെ പറ്റി എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയാണ്. മാത്രമല്ല അവർ വെറുതെ ഒരു സന്ദർശനമല്ല, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് എത്രയെങ്കിലും പിന്നിലാണ്. മര്യാദയ്ക്ക് ഒരു ചാനൽ നടത്താനോ ഒരു പത്രം നടത്താനോ ഒരു പ്രസിദ്ധീകരണശാല നടത്താനോ കോൺഗ്രസിന് സാധിക്കുന്നില്ല. മാത്രമല്ല സാഹിത്യം, സിനിമ, ചിത്രകല തുടങ്ങിയ രംഗങ്ങളിലെ ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു പണി കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗം ശക്തിപ്പെടുത്തണം. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, 3 പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് വയനാട്ടിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. ഒന്ന് എന്താന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ലിംഗ പദവിയാണ്, സ്ത്രീ പുരുഷ സമത്വം. അതിൽ കേരളം വളരെ പിന്നിലാണ്. ഇതുപോലെ ദളിതരോടും ആദിവാസികളോടും ഉള്ള മനോഭാവം വളരെ മോശമാണ്. അതുപോലെ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ 3 കാര്യങ്ങളും വളരെയധികം പ്രസക്തമാകുന്ന ഒരു മണ്ഡലത്തെയാണ് അവർ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവരതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടു. ഞാൻ പറഞ്ഞ പലതിനോടും മിക്കതിനോടും അവർ യോജിച്ചു, പലതും അവർ കുറിച്ചെടുത്തു, ചില പേരുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവർക്ക് എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ 2 പുസ്തകങ്ങൾ കൊടുത്തു. ഒന്ന് ഗാന്ധി എലൈവ്, ഗാന്ധിയുടെ സെക്രട്ടറി വെങ്കിട്ടറാം കല്യാണത്തെ കണ്ട് സംസാരിച്ചിരുന്നു ഞാൻ. അത് 4-5 കൊല്ലം മുമ്പാണ്. അത് ഗാന്ധിയുടെ സാക്ഷി എന്ന് മലയാളത്തിൽ വന്ന പുസ്തകം, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വേണുഗോപാല മേനോൻ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയതിന്റെ കോപ്പി അവർക്ക് കൊടുത്തു. ഇതുപോലെ ഞാൻ അവരോട് ബഷീറിനെ പറ്റി സംസാരിച്ചു. ബഷീർ 1948 ജനുവരി 30 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയത് എന്റെ സുഹൃത്ത് KM ഷെരീഫ് പരിഭാഷപ്പെടുത്തിയതിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തു. അവർ അത് വളരെ സന്തോഷമായിട്ട് അവർ സൗകര്യം പോലെ വായിക്കാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ സന്ദർശനത്തെ പറ്റിയും അവരുടെ സംഭാഷണത്തെ പറ്റിയും എനിക്ക് വളരെ സന്തോഷമാണ്. അവരെ പറ്റി എനിക്ക് പ്രതീക്ഷയുണ്ട്.